الحمد لله ثم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله وإمام الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يقول الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة أبيكم إبراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير صدق الله العلي സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ പ്രണാവധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമറാഹിമനായ റബ്ബ് നമ്മുടെ ദുആകൾ സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും ക്ഷേമവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന, പള്ളിയുമായി ബന്ധമുള്ള നൗഷാദ് പടിപ്പരക്കൽ ഇതൊരു സർജറിക്ക് വിധേയനാവുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ വിജയകരമായി പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള ചില ഓർമ്മപ്പെടുത്തലുകളാണ് കഴിഞ്ഞ കുറച്ച് അധികം ഖുതുബകളിലായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുസ്ലിം എന്ന് പേരിട്ടതും നമ്മെ ഒരു ഉമ്മത്ത് എന്ന് വിളിച്ചതും അല്ലാഹു തന്നെയാണ്. അല്ലാഹു പറയുന്നു, അവനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. അവനാണ് നിങ്ങൾക്ക് മുസ്ലിങ്ങളെന്ന് പേരിട്ടിരിക്കുന്നത്. അല്ലാഹു നമ്മളെ മുസ്ലിം എന്ന് പേരിട്ട് ഉമ്മത്തായി പരിചയപ്പെടുത്തിയത് വെറുതെ അല്ല.
നമ്മെ ഉമ്മത്ത് മുസ്ലിമ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം ഒരു കേവല മതസംഘമല്ല എന്നതാണ്. നമുക്ക് പരിചയമുള്ള ഒരുപാട് മതങ്ങളും മതക്കാരുമുണ്ട്. അത്തരമൊരു സംഘമല്ല മുസ്ലിം ഉമ്മത്ത് എന്നാണ് അല്ലാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വളരെ കൃത്യമായ ഒരു ആദർശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്, ഒരു ദൗത്യവുമുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ ആദർശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്ന് സാമാന്യം വിശദമായി തന്നെ മുൻ ഖുതുബകളിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് മുസ്ലിം സമൂഹത്തെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം എന്നതിനെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ എന്റെ ഖുതുബയുടെ ഉള്ളടക്കം. മനുഷ്യർക്ക് സന്മാർഗ ദർശനം നൽകുക എന്നത്, ഹിദായത്ത് നൽകുക എന്നത് അള്ളാഹു സ്വയം ഏറ്റെടുത്ത ഒരു കാര്യമാണ്. അള്ളാഹു പറയുന്നു, ഇന്ന അലൈനാ ലൽ ഹുദ, തീർച്ചയായും സന്മാർഗം എത്തിക്കുക എന്നത് എന്റെ ബാധ്യതയാണെന്ന് അള്ളാഹു തന്നെ പറഞ്ഞ കാര്യമാണ്. അതിനുവേണ്ടി റബ്ബ് സ്വീകരിച്ച നടപടിക്രമമാണ് പ്രവാചകന്മാരെ അയക്കുക എന്ന് പറയുന്നത്. മനുഷ്യർക്ക് മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിൽ മനുഷ്യരിൽ നിന്ന് തന്നെയുള്ള ചില ആളുകളെ തെരഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ പറയുന്ന ഒരു കാര്യം, ആ പ്രവാചകന്മാരെല്ലാം മനുഷ്യരോട് പറഞ്ഞിരുന്നത് രണ്ട് കാര്യങ്ങളായിരുന്നു. അതിലൊന്ന്, നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കും എന്ന സന്തോഷ വാർത്തയാണ്. റുസുലൻ മുബശ്ശിരീൻ. അതല്ല, ഒരുവൻ തനിക്ക് തോന്നിയതുപോലെ ജീവിക്കൂ എന്ന് തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സന്മാർഗത്തെ കൈവിടുകയാണെങ്കിൽ മുൻതിരിൻ, തീർച്ചയായും നരകം അവരെ കാത്തിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് പ്രവാചകന്മാർക്ക് നൽകിയത്. കേവലം സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മാത്രമല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറയുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കുകയാണ് എങ്കിൽ, ഒരു കുടുംബം അങ്ങനെ ജീവിക്കാൻ തീരുമാനിച്ചാൽ, ഒരു സമൂഹം അള്ളാഹുവിന്റെ നിയമത്തിനനുസരിച്ച് ജീവിക്കുമെന്ന് തീരുമാനിച്ചാൽ, അള്ളാഹുവിന്റെ നിയമത്തിനനുസരിച്ച് ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്താൽ, അവർക്ക് പരലോകത്ത് മാത്രമല്ല ഇഹലോകത്തും അതിൻ്റെതായ ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ സന്മാർഗ ദർശനത്തെ കുറിച്ച് അതനുസരിച്ച് ഒരാൾ ജീവിച്ചാൽ നാം അവർക്ക് മഴ വർഷിച്ചു കൊടുക്കും. അവർക്ക് നാം സന്താനങ്ങളെയും സമ്പത്തിനെയും കൊണ്ട് അനുഗ്രഹിക്കും. അവർക്ക് ഞാൻ തോട്ടങ്ങളും പുഴകളും ഒരുക്കി കൊടുക്കും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ആ നാട്ടുകാരെങ്ങാനും അള്ളാഹുവിൽ ഈമാനുള്ളവരാകുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നാം അവർക്ക് ആകാശത്ത് നിന്ന് അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു, ഭൂമിയിൽ നിന്നും എന്നും അള്ളാഹു പറയുന്നുണ്ട്. ഒരാൾ മരിച്ച ശേഷം അയാൾക്ക് സുഖം കിട്ടാനുള്ള ഒരു പദ്ധതിയല്ല ദീൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഭൂമിയിൽ തന്നെ മനുഷ്യന് ഐശ്വര്യവും ക്ഷേമവും കിട്ടാനുള്ള ഒരേ ഒരു വഴിയാണ് ഇസ്ലാം എന്ന് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകന്മാരിലൂടെ പറഞ്ഞു കൊടുത്തത്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്ന് പറയുമ്പോൾ അല്ലാഹു പറയുന്നു, മനുഷ്യർക്ക് സന്മാർഗം എത്തിച്ചു കൊടുക്കാൻ ബാധ്യതയായി ഞാൻ ഏറ്റെടുത്തിരിക്കെ
ആ പരലോകത്ത് ഞാൻ മനുഷ്യന് വിചാരണ ചെയ്യുമ്പോൾ ഒരാളും അള്ളാഹുവിനെതിരെ ന്യായം പറയരുത്. ഇങ്ങനൊരു അള്ളാഹു ഉണ്ട്, ഇങ്ങനൊരു പ്രവാചകനുണ്ട്, ഇങ്ങനൊരു സ്വർഗമുണ്ട് എന്ന് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്ന ന്യായം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിനെതിരെ ജനങ്ങൾക്കൊരു ന്യായമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്ന് പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അള്ളാഹു ഏറ്റെടുത്ത ബാധ്യത നിർവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നാമത്തെ മനുഷ്യനെ തന്നെ അള്ളാഹു ഒന്നാമത്തെ പ്രവാചകനാക്കി. കാരണം ഒന്നാമത്തെ മനുഷ്യന് പോലും അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടാതെ പോകരുത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്തെ പ്രവാചകനെ തന്നെ, ഒന്നാമത്തെ മനുഷ്യനെ തന്നെ അള്ളാഹു ഒന്നാമത്തെ പ്രവാചകനാക്കി. ആ മനുഷ്യനെ ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് ഈ സന്മാർഗം വന്നു കിട്ടും. ആരെങ്കിലും എന്റെ ഈ സന്മാർഗത്തെ പിന്തുടർന്നാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു സങ്കടമോ ദുഃഖമോ ഉണ്ടാവേണ്ടതില്ല എന്ന് അള്ളാഹു പറയുകയും. എന്നിട്ട് ഖുർആൻ പറയാണ്, എല്ലാ സമൂഹത്തിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പുകാരൻ വരാത്ത ഒരു സമൂഹവും കഴിഞ്ഞിട്ടില്ല. ഇനി ഏതെങ്കിലും സമൂഹത്തിൽ ഒരു മുന്നറിയിപ്പുകാരൻ, ഒരു പ്രവാചകൻ വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ പ്രവാചകന്മാരെ നിയോഗിക്കാത്ത സമൂഹത്തെ നാം ശിക്ഷിക്കുകയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും. ഇത് നിങ്ങളുടെ മനസ്സിലിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ. അതേസമയം ഉമ്മത്ത് മുസ്ലിമയിലെ വളരെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ് മുഹമ്മദ് നബിക്ക് ശേഷം ഒരു പ്രവാചകൻ വരികയില്ല എന്നത്. ലാ നബിയ്യ വലാ റസൂല ബഅദി. റസൂൽ പറയുന്നു, എനിക്ക് ശേഷം ഒരു നബിയോ റസൂലോ വരികയില്ല. നബിയോ റസൂലോ വരികയില്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലാകിൻ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നബി ഖാതമുൻ നബിയ്യ, അവസാനത്തെ പ്രവാചകനാണ്. ഇനി അന്ത്യനാളിൽ ഈസാ നബി വരികയാണ് എന്ന് വരുമ്പോൾ അത് ഈസാ നബിയായിട്ടല്ല, ഈസ ഇബ്നു മറിയമായിട്ടാണ് വരിക. അദ്ദേഹം എന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാൻ കഴിയും. മുസ്ലിം സമൂഹത്തിലെ ആരെങ്കിലും ഒരാൾ മുഹമ്മദ് നബിക്ക് ശേഷം ഒരു പ്രവാചകൻ ഇനി വരുമെന്ന് വിശ്വസിച്ചാൽ അയാൾ ഉമ്മത്ത് മുസ്ലിമയിൽ നിന്ന് പുറത്താണ് എന്നത് ഉമ്മത്ത് മുസ്ലിമയുടെ ഏകകണ്ഠമായ അഭിപ്രായമാണ്. അതുകൊണ്ടാണ് മിർസാ ഗുലാം ഖാദിയാനി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരുന്നു എന്ന് വിശ്വസിക്കുന്ന ഖാദിയാനികളെ അമുസ്ലിങ്ങളാണ് എന്ന് പറയാനുള്ള കാരണം. കാരണം മുസ്ലിം ഉമ്മത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ ഒന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു പ്രവാചകൻ വരികയില്ല എന്നത്. എന്തുകൊണ്ടാണ് മുഹമ്മദ് നബി അന്ത്യപ്രവാചകനായി എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് മറുപടിയൊന്നുമില്ല. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. അതേസമയം വളരെ പ്രസക്തമായ ഒരു ചോദ്യം, ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർക്ക് സന്മാർഗം എത്തിച്ചു കൊടുക്കൽ, ദീനിനെ എത്തിച്ചു കൊടുക്കൽ അള്ളാഹു ബാധ്യതയാണെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുകയും ചെയ്തു. അതേസമയം മുഹമ്മദ് നബിയെ കൊണ്ട് പ്രവാചകത്വ പരമ്പര അവസാനിപ്പിച്ചുവെങ്കിൽ മുഹമ്മദ് നബിക്ക് ശേഷം വരുന്ന മനുഷ്യർക്ക് സന്മാർഗം എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു എന്ത് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്? ഇത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. മുഹമ്മദ് നബിക്ക് ശേഷമുള്ള മനുഷ്യരാശിയുടെ ചിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വ പരമ്പര അവസാനിപ്പിക്കുമ്പോൾ, മുഹമ്മദ് നബിയെ അന്ത്യപ്രവാചകനായി നിയോഗിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ അല്ലാഹു ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം,
മനുഷ്യ നാഗരികത വികസിക്കാൻ ആവശ്യമായ മുഴുവൻ ഉപാധികളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ പരമ്പര അവസാനിപ്പിച്ചത്. മനുഷ്യന്മാരെ വളരുകയും വികസിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 1500 വർഷം മുമ്പുള്ള മനുഷ്യ സമൂഹമല്ലല്ലോ ഇപ്പോഴുള്ളത്. ഒരുപാട് ടെക്നോളജികൾ വരുന്നു, ഒരുപാട് സംവിധാനങ്ങൾ വരുന്നു, മനുഷ്യർ ഒരുപാട് പുരോഗതി കൈവരിക്കുന്നു. പക്ഷെ നമ്മൾ സൂക്ഷ്മമായി നോക്കിയാൽ ഒരു മനുഷ്യന്റെ നാഗരികതയ്ക്ക് വികസിക്കാൻ ആവശ്യമായ എല്ലാ അടിത്തറയും നബിയുടെ കാലത്തും ഉണ്ടായിരുന്നു. അഥവാ അടിത്തറ പൂർത്തിയായതിനു ശേഷമാണ് അല്ലാഹു പ്രവാചകന്റെ പരമ്പര അവസാനിപ്പിച്ചത്. ഉദാഹരണം ഭാഷ. നബിയുടെ കാലത്ത് ഭാഷ ഉണ്ടായിരുന്നു, അതിന് എഴുത്തുണ്ടായിരുന്നു, ലിപി ഉണ്ടായിരുന്നു, എഴുതാൻ പറ്റുമായിരുന്നു, ആളുകൾ എഴുതി സന്ദേശങ്ങൾ കൊടുക്കുമായിരുന്നു. അതിന്റെ ഒരു വികസിച്ച രൂപം മാത്രമേ ഇന്ന് നമ്മൾ കാണുന്ന കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ ഉള്ളൂ. അതിന്റെ ഒരു വികസിച്ച രൂപമാണ്, അതൊരു പുതിയ അടിത്തറയല്ല. അതുകൊണ്ട് നമുക്ക് നിസ്സംശയം പറയാം, റസൂലിന്റെ കാലത്ത് ഒരു മനുഷ്യൻ കല്ലിൽ എഴുതുമ്പോൾ, പാറയിൽ എഴുതുമ്പോൾ എന്തൊക്കെ നീതി നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണോ അതേ നിയമം തന്നെ ഇന്ന് മൊബൈലിൽ ഒരാൾ ടൈപ്പ് ചെയ്യുമ്പോഴും പാലിക്കേണ്ടതുള്ളൂ. മനുഷ്യ നാഗരികത വികസിക്കുന്നതിന്റെ ഒരു അടിത്തറ ഭാഷയാണ്. ആ ഭാഷയുടെ അടിത്തറ രൂപപ്പെട്ടതിന് ശേഷമാണ് പ്രവാചകന്റെ പരമ്പര അവസാനിക്കുന്നത്. രണ്ടാമത്തത് ഭരണകൂടം. ഒരു രാഷ്ട്രം, അതിന് അതിർത്തികൾ ഉണ്ടാവുക, അതിനൊരു ഭരണ സംവിധാനം ഉണ്ടാകുക, നിയമം ഉണ്ടാകുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വളരെ കൃത്യമായ ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയും അതിന് അതിരുകൾ നിശ്ചയിക്കുകയും അതിന്റെ വ്യവസ്ഥകൾ പറയുകയും ചെയ്തു. അതിന്റെ ഒരു വികസിച്ച രൂപമായി മനുഷ്യൻ നമ്മളിപ്പോൾ പറയുന്ന ലിബറൽ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഭരണക്രമം എന്ന് പറയുന്നത് അതിന്റെ ഒരു വികസിച്ച രൂപം മാത്രമാണ്. റസൂലിന്റെ കാലത്ത് ഒരു ഭരണകൂടം പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ പാലിക്കേണ്ടത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും ഒരു ഭരണകൂടം ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ടത്. വളരെ കൃത്യമായി അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ നാഗരികത വികസിക്കുന്ന മൂന്നാമത്തെ സംവിധാനം സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ. റസൂലിന്റെ കാലത്ത് തന്നെ സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ. ആളുകൾ ദേശാന്തര യാത്രകൾ നടത്തി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അബസീനിയയിലേക്കും ആഫ്രിക്കയിലേക്കും യമനിലേക്കും ഒക്കെ കച്ചവട സംഘങ്ങളായി പോയി യാത്രയും വ്യാപാര ബന്ധങ്ങളും ഉണ്ടാവുകയും ചെയ്തു. നമുക്കറിയാം, അറബികൾ റസൂൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുമായി കച്ചവട ബന്ധമുണ്ടായിരുന്ന ആളുകളാണ്. അപ്പൊ സഞ്ചാര സംവിധാനങ്ങളുണ്ട്, അതിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അന്ന് ഒട്ടകപ്പുറത്തോ കപ്പലിലോ സഞ്ചരിച്ചിരുന്നവർ ഇന്ന് കാറിലോ വിമാനത്തിലോ സഞ്ചരിക്കുന്നു എന്ന മാറ്റമേ സംഭവിച്ചിട്ടുള്ളൂ. അടിസ്ഥാനപരമായി രാജ്യങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാകുന്ന, ഉടമ്പടികൾ ഉണ്ടാകുന്ന ഒരു സംവിധാനം ഒന്നുണ്ടായിരുന്നു. അതിന്റെ വികസിച്ച രൂപമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആയുധങ്ങളുടെ ഉപയോഗം, ലോഹങ്ങളുടെ ഉപയോഗം, ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് അലൂമിനിയം ഉപയോഗിച്ചുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനം. അതിന്റെ വികസിച്ച രൂപമേ ഇന്ന് നമ്മൾ കാണുന്നു. അതിന്റെ ഒരു വികസിച്ച രൂപം നമ്മൾ കാണുന്ന ഫർണിച്ചറുകൾ, ആയുധങ്ങൾ എന്ന് പറയുന്നത് വികസിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ പ്രവാചകനെ നിശ്ചയിക്കുമ്പോൾ മനുഷ്യരാശിക്ക് വികസിക്കാൻ ആവശ്യമായ എല്ലാ അടിസ്ഥാനങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് പ്രവാചകന്റെ പരമ്പര അവസാനിച്ചത്. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം അല്ലാഹു ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയൊരു പ്രവാചകൻ വരേണ്ടാത്ത വിധത്തിൽ ഒരാൾക്ക് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന, ശരിക്കും പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ അല്ലാഹു ഇവിടെ അവശേഷിപ്പിച്ചു. ഇനിയൊരു പ്രവാചകൻ വരേണ്ടാത്ത വിധത്തിൽ അത് ഒന്നാമത്തെ സംവിധാനമാണ് അല്ലാഹു ഖുർആനെ സംരക്ഷിച്ചു എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, വിശുദ്ധ ഖുർആൻ തന്നെ ഒരുപാട് പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകിയതായി പറയുന്നത്. ഒരു വേദഗ്രന്ഥവും സുരക്ഷിതമായി നിലനിൽക്കുന്നില്ല വിശുദ്ധ ഖുർആൻ അല്ലാതെ. അല്ലാഹു ഖുർആനെ സംരക്ഷിച്ചു. ലാ യഅ്തിഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസിലുൻ മിൻ ഹകീമിൻ ഹമീദ്. അതിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നും മുന്നിലോ പിന്നിലോ വരികയില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ആ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്, നാം അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു അല്ലാഹു പറഞ്ഞു. ഖുർആൻ എങ്ങനെ സംരക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന മിക്കവാറും ആളുകളുടെ കയ്യിൽ മൊബൈലിൽ ഖുർആനുണ്ട്. നമസ്കരിക്കാൻ ഒരു ഇമാമ് നിന്നാൽ ഒരു അക്ഷരം തെറ്റിയാൽ പുറകിൽ നിന്ന് ആൾ തിരിച്ചു കൊടുക്കും. കോടിക്കണക്കിന് മനുഷ്യർ അത് ഹൃദയത്തിൽ കാണാപ്പാടമാക്കി വെക്കും. ഞാന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന വിശുദ്ധ ഖുർആൻ നേരിട്ട് കണ്ടിട്ടുണ്ട്.
ആ ഖുർആൻ എങ്ങനെയാണോ ഉണ്ടായിരുന്ന അതേ സംവിധാനത്തിൽ ഇന്നും ഖുർആൻ നിലനിൽക്കുന്നു. ഒരക്ഷരത്തിലോ വള്ളിയിലോ വ്യത്യാസമില്ല. ഇത് വെറുതെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. വിശുദ്ധ ഖുർആനില് സ്വലാത്ത് എന്ന് എഴുതാറുണ്ട്. സ്വലാത്ത് എന്ന് എഴുതുമ്പോ സാധാരണഗതിയിൽ അറബി ഭാഷയിൽ സ്വാദ്, ലാമ്, പിന്നെ അലിഫ്, താ ഇട്ടാ മതി. പക്ഷെ ഖുർആനിൽ സ്വലാത്ത് എന്ന് എഴുതുമ്പോ ലാമ് കഴിഞ്ഞിട്ട് അലിഫ് ഇടുകയില്ല, വാവാണ് ഇടുക. എന്താ അങ്ങനെ? അത് റസൂലിന്റെ കാലത്ത് അങ്ങനെ എഴുതിയിരുന്നുള്ളൂ. അതാണ് കാരണം. അതിൽ പോലും മാറ്റം ഉണ്ടായിട്ടില്ല. സക്കാത്ത് നൽകുമ്പോ ഇട്ടാ മതി. പക്ഷെ നമ്മുടെ മുസ്തഫ നോക്കിയോ, അതിൽ സക്കാത്ത് നൽകുമ്പോൾ ചില സ്ഥലത്ത് വാവിടും, ചില സ്ഥലത്ത് അലിഫിടും. എന്താ അങ്ങനെ ഇടുന്നത്? അത് റസൂലിന്റെ കാലത്ത് അങ്ങനെയാണ് ഇട്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ എഴുത്തിന്റെ ലിപിയിൽ പോലും മാറ്റമില്ലാത്ത അത്രയും കൃത്യം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. പുണ്യമുള്ള ഏത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണമല്ലോ. പക്ഷെ നമ്മൾ ആരെങ്കിലും സൂറത്ത് തൗബ ബിസ്മി ഓതാണോ? ഓതിയിട്ടില്ല. എന്താ കാരണം? റസൂൽ ഓതിയിട്ടില്ല. അപ്പൊ എങ്ങനെ ഓതണം, എങ്ങനെ പാരായണം ചെയ്യണം, എങ്ങനെ എഴുതണം എന്നത് പോലും ഇത്രയും കൃത്യമായി ആക്യുറേറ്റായി സംരക്ഷിക്കപ്പെട്ട ഒരേ ഒരു ഗ്രന്ഥം ഖുർആനാണ്. എന്തിനാ അള്ളാഹു ഇതിനെ സംരക്ഷിച്ചത്? ഇനിയൊരു പ്രവാചകം വരില്ല. അപ്പൊ അള്ളാഹുവിന്റെ വഹി കിട്ടുന്ന ആ വേദഗ്രന്ഥം അള്ളാഹു നിലനിർത്തി. അള്ളാഹു ചെയ്ത രണ്ടാമത്തെ സംവിധാനം വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ വിശദീകരണമായ ഹദീസിനെ അള്ളാഹു സംരക്ഷിച്ചു. ഹദീസുകളിൽ ഞാൻ ഒരിക്കൽ തമാശക്ക് പറയാറില്ല, നിങ്ങൾക്ക് ഒരു ഹദീസിന് ഒരു കഷ്ണം കിട്ടിയാൽ മതി. നിങ്ങൾക്കറിയാവുന്ന ഒരു ഹദീസിന്റെ അറബി ടെക്സ്റ്റിന്റെ കഷ്ണം കിട്ടിയാൽ നിങ്ങളൊരു സൈറ്റിൽ കയറിയാൽ ആ ഹദീസ് സഹീഹാണോ ദഈഫാണോ, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളുകൾ ആരാണ്, അവരുടെ ചരിത്രം എന്താണ് ഇന്ന് വളരെ കൃത്യമായി കിട്ടും. dorar.net എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. DORAR.net. ദുററുസ്സനിയ എന്നാണ് അതിന്റെ അറബി പേര്. എന്ന് പറഞ്ഞാൽ ഹദീസുകൾ വളരെ കൃത്യമായി സംരക്ഷിക്കപ്പെട്ടു. അതിലെ വ്യാജന ഏതാണ്, ലഈഫായത് ഏതാണ്, ദുർബലമായത് ഏതാണ്, ഇങ്ങനെ കൃത്യമായി ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടു എന്നതാണ് രണ്ടാമത് ചെയ്തത്. അപ്പോ ഒരാൾക്ക് ഇനി ഒരു പ്രവാചകം വരേണ്ട ആവശ്യമില്ല. കാരണം ഖുർആൻ നിലനിൽക്കുന്നുണ്ട്. ആ ഖുർആന്റെ വിശദീകരണമായ ഏറ്റവും ആധികാരിക വിശദീകരണമായ സുന്നത്ത് നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തേത്, ഇനിയൊരു പ്രവാചകൻ വരേണ്ടാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ സംരക്ഷിക്കാൻ സ്വീകരിച്ച മൂന്നാമത്തെ സംവിധാനം എന്ന് പറയുന്നത് ഇജ്തിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയം, ഒരു മെക്കാനിസം ദീനിൽ ഉണ്ടാക്കിയെന്നുള്ളത്. എന്താണ് ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രശ്നമല്ല ഇന്നത്തെ മനുഷ്യൻ അനുഭവിക്കുന്നത്. ഇന്നത്തെ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് 1500 വർഷം മുമ്പ് വന്ന ഒരു പ്രവാചകൻ പരിഹാരം പറയും എന്ന് പറഞ്ഞാൽ അതിനുള്ള സംവിധാനമാണ് ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പുതിയ പ്രശ്നത്തിന് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മറ്റു പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന രീതിക്കാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. വളരെ ലളിതമായ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമാണ് MDMA, ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ പറയാ, സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. പഴയ കാലത്ത് മനുഷ്യന്മാർ കള്ളും മറ്റൊക്കെ ഉണ്ടാക്കിയിരുന്ന പല പഴവർഗ്ഗങ്ങളിൽ നിന്നാണ്. മുന്തിരിയോ അല്ലെങ്കിൽ അതുപോലെ ഈത്തപ്പഴവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കള്ള് നിരോധിച്ചു. വിശുദ്ധ ഖുർആൻ കള്ള് നിരോധിച്ചു. കള്ള് നിരോധിച്ചപ്പോ അള്ളാഹ് എന്താ ചെയ്തെന്ന് വെച്ചാൽ, കള്ള് നിരോധിക്കാനുള്ള കാരണം പറഞ്ഞത് അത് ഈത്തപ്പഴത്തിൽ നിന്നുണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ അത് മുന്തിരിയിൽ നിന്നുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ അത് പിന്നെന്താ പറയാ, അത് ദ്രാവകം പോലത്തെയാണ്. ഇതൊന്നും പറഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഹറാം. ആ ലഹരി വസ്തുവിനെ നിരോധിക്കാനുള്ള, മദ്യം നിരോധിക്കാനുള്ള കാരണം അതിൽ ലഹരി ഉണ്ട് എന്നതാണ്. അതുകൊണ്ട് പിൽക്കാലത്ത് വരുന്ന ഏതൊരു വസ്തുവും അത് മനുഷ്യനെ ലഹരി പഠിപ്പിക്കുന്നതാണെങ്കിൽ അത് ഹറാമാണ്. ഇതാണ് ഇജ്തിഹാദ് എന്ന് പറയുക. അതുകൊണ്ട് എന്റെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് MDMA ഹലാലാണോ എന്ന് ചോദിച്ചാൽ ഹറാമാണെന്ന് പറയാൻ നമുക്ക് മടി കാണിക്കേണ്ടതില്ല. കാരണം അയാൾ തിരിച്ചു വയ്ക്കുക. അല്ല, റസൂൽ നിരോധിച്ച കാലത്ത് കണ്ടെന്ന് പറഞ്ഞാല് ഈത്തപ്പഴവും മുന്തിരിയും കാണല്ലോ. ഈ MDMA ഹറാമാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ന്യായം? കഞ്ചാവ് ഹറാമാണെന്ന് പറയാൻ എന്താ ന്യായം? ഹശീഷ് ഹറാമാണെന്ന് പറയാൻ, ബ്രൗൺ ഷുഗർ ഹറാമാണെന്ന് പറയാൻ, ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഹറാമാണെന്ന് പറയാൻ എന്താ ന്യായം? നമ്മൾ പറയുന്നു റസൂലുള്ളാഹി നിരോധിച്ചത്
ഈത്തപ്പഴമായതുകൊണ്ടല്ല, അതിൽ ലഹരിയുള്ളതുകൊണ്ടാണ്. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരിയുള്ള ഏതൊരു വസ്തുവും നിഷിദ്ധമാകുന്നതാണ്. ഇങ്ങനെയാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ പറഞ്ഞു, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വളർച്ച നേടിയ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് 18% വളർച്ചയാണ് ഇസ്ലാമിക് ബാങ്കുകൾ, ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റത്തിന്. അതേസമയം കൺവെൻഷണൽ ബാങ്കിങ് സിസ്റ്റത്തിലെ വളർച്ച എന്ന് പറയുന്നത് 0.7 ആയിരുന്നു. 1% പോലും വളർച്ച നേടിയിട്ടില്ല. അതേസമയം ഇസ്ലാമിക് ബാങ്കുകൾ പറഞ്ഞു. ഈ ഇസ്ലാമിക് ബാങ്ക് റസൂലിന്റെ കാലത്തുണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ഒരു ബാങ്ക് ഉണ്ടാക്കിയത്? അതിനാണ് ഇജ്തിഹാദ് എന്ന് പറയുന്നത്. പുതിയ പ്രശ്നങ്ങൾക്ക് ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട് നമുക്ക് പരിഹാരം കണ്ടെത്തും. അങ്ങനെയാണ് ഇസ്ലാമിക് ബാങ്കുകൾ ലോകത്തുണ്ടായത്, ഇസ്ലാമിക് ഇൻഷുറൻസ് സിസ്റ്റങ്ങൾ ലോകത്തുണ്ടായത്, അതേപോലെ തന്നെ ഇസ്ലാമിക് പങ്കാളിത്ത വ്യവസ്ഥകൾ, കമ്പനികൾ ലോകത്തുണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത മൂന്നാമത്തെ സംവിധാനം, ഇനി ഒരു പ്രവാചകൻ വരാൻ. പകരം അള്ളാഹു ഖുർആനെ സംരക്ഷിച്ചു, ഹദീസുകളെ സംരക്ഷിച്ചു. മൂന്നാമത്തത്, പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹാരം കാണാൻ വേണ്ടി ഇജ്തിഹാദ് എന്ന് പറയുന്ന സംവിധാനം അള്ളാഹു ഒരുക്കി. നാലാമത്തെ ഒരു സംവിധാനം അള്ളാഹു ഒരുക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ നൂറ്റാണ്ടിന്റെയും ആദ്യത്തിൽ ദീനിൽ ആളുകൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ കൂട്ടിച്ചേർത്തതിനെ ഒഴിവാക്കാനും, ദീനിലുള്ള എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനെ വീണ്ടെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല മുജദ്ദിദുകളെ നിയോഗിച്ചു എന്നാണ് പറയുന്നത്. വിശുദ്ധ റസൂലുള്ളാഹി വിശദീകരിക്കുന്നത് വളരെ കൃത്യമായിട്ട്, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹ. അല്ലാഹു എല്ലാ നൂറ്റാണ്ടിന്റെയും ആദ്യത്തിൽ ദീനിനെ നവീകരിക്കുന്ന, ദീനിനെ തിരിച്ചു കൊണ്ടുവരുന്ന പണ്ഡിതന്മാരെ ഉണ്ടാക്കും. ഇസ്ലാമിക് ചരിത്രം പരിശോധിച്ച വളരെ കൃത്യമായി കാണാം. എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാമത്തെ മുജദ്ദിദാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇസ്ലാമിന്റെ ഭരണക്രമം ആ ഖിലാഫത്ത് എന്ന സിസ്റ്റത്തിൽ നിന്ന് രാജാധിപത്യം എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വഴിമാറിയപ്പോൾ അതിനെ തിരിച്ച് ഖിലാഫത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അതുകൊണ്ടാണ് എല്ലാവരും ഒന്നാമത്തെ മുജദ്ദിദായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. പ്രവാചകന്റെ ഹദീസുകൾ വ്യാജമായ ഹദീസുകളും കൂടി കൂടിച്ചേർത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന കാലത്താണ് ഹദീസിന്റെ പണ്ഡിതന്മാർ ഹദീസിനെ തിരിച്ചുവിടും. അത് നവോത്ഥാന നായകരായി പരിഗണിക്കുന്നു. ഇമാം ബുഖാരിയെയും ഇമാം മുസ്ലിമിനെയും മുജദ്ദിദായി പരിഗണിക്കാനുള്ള കാരണമാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം നഷ്ടപ്പെട്ടു പോകുമോ എന്ന കാലത്താണ് ഇമാം മാലിക്കും ഇമാം അബൂ ഹനീഫയും ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിം ഇമാം അഹ്മദ് ഇബ്നു ഹംബലും ഇസ്ലാമിന്റെ ഫിഖ്ഹിനെ തിരിച്ചു കൊണ്ടുവരുന്നത്. മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി ഖബർ പൂജയും അനാചാരങ്ങളും രംഗത്ത് വരുന്ന സന്ദർഭത്തിലാണ് ഇമാം ഇബ്നു തൈമിയ അതിന്റെ ശരിയായ വശവും പറഞ്ഞുകൊണ്ട് തൗഹീദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. മുസ്ലിം ചിന്താധാരയിലേക്ക് പേർഷ്യയുടെയും ഗ്രീക്കിന്റെയും റോമിന്റെയും ഫിലോസഫി കടന്നു വരുന്ന സന്ദർഭത്തിലാണ് ഗ്രീക്ക് ഹൈന്ദവ ഫിലോസഫിയെ തകർന്നു നിർത്തിക്കൊണ്ട് ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗസാലിയെ മുജദ്ദിദ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നൂറ്റാണ്ടിന്റെയും ആദ്യത്തിൽ അങ്ങനെ ആളുകളെ നിയോഗിക്കുമെന്ന് പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറുമൊരു ആരാധനാ കർമ്മങ്ങൾ മാത്രമുള്ള, സാമൂഹ്യമായ വീക്ഷണമില്ലാത്ത, വളരെ കുടുസായ ഒരു സാധനമാണ് എന്ന് പരിധിക്കുന്ന കാലത്താണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജീവിത പദ്ധതിയാണെന്നും ഒരു മുസ്ലിമിന് അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇസ്ലാമാണെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഇമാം ഹസനുൽ ബന്നയും ഇമാം അബൂലാൽ മൗദൂദിയെ പോലുള്ള ആളുകൾ രംഗത്തുണ്ട്. ഇത് അള്ളാഹു ചെയ്തൊരു സിസ്റ്റമാണ്. അപ്പൊ അള്ളാഹു ഖുർആനെ സംരക്ഷിച്ചു, ഹദീസുകളെ സംരക്ഷിച്ചു. ഞാൻ പറഞ്ഞതുപോലെ ഇജ്തിഹാദ് എന്ന സംവിധാനം ഒരുക്കി അള്ളാഹു നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദീനിനെ പരിരക്ഷിക്കുന്ന മുജദ്ദിദുകളെ നിയോഗിച്ചു. അതുകൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധനമല്ല. ഇതിനുള്ള സംവിധാനം ഒരു പ്രവാചകൻ പറയേണ്ടതില്ല. അതേസമയം ഞാൻ ഈ പറഞ്ഞ 4 സംവിധാനങ്ങളും അടിസ്ഥാനപരമായി മുസ്ലിമായ ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള സംവിധാനമാണ്. അതേസമയം ഇവരിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതാണ്. ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് ഖുർആനെ കുറിച്ച് പറയാൻ, അവനോട് ദീനിനെ കുറിച്ച് പറയാനുള്ള സംവിധാനം അല്ലാഹു ഉണ്ടായിരിക്കുന്നത്. പ്രവാചകന്റെ പണി നിർവഹിക്കുന്ന എന്തു പണിയാണ് അല്ലാഹു ഏർപ്പെടുത്തിയത്? അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 5ാമത്തെ ഒരു സംവിധാനം അല്ലാഹു പറയുന്നു, ഞാൻ മുസ്ലിം ഉമ്മത്തിനെ പ്രവാചകന്റെ പണി നിർവഹിക്കുന്ന ദൗത്യം ഏൽപ്പിച്ചു കൊടുത്തു എന്നതാണ് അല്ലാഹു ഏർപ്പെടുത്തിയ 5ാമത്തെ സംവിധാനം എന്ന് പറയുന്നത്.
ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ പണി. എത്ര കൃത്യമായിട്ട് അല്ലാഹു പറയുന്നത്, അവൻ നിങ്ങളെ തെരഞ്ഞെടുക്കും, അവൻ നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേരിട്ടു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഞാൻ പ്രവാചകത്തെ പരമ്പര അവസാനിപ്പിക്കാൻ പോകുന്നു. പ്രവാചകന്റെ ഉപദേശങ്ങളും പ്രവാചകൻ നൽകപ്പെട്ട വഹയും സംരക്ഷിച്ചിട്ടുണ്ട്. അതേസമയം പ്രവാചകന്മാർ നിർവഹിച്ച ആ ദൗത്യം നിർവഹിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇസ്ലാമിന്റെ സാക്ഷിയായത്, ഖുർആന്റെ പ്രയോഗം നോക്ക്, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എങ്ങനെയാണോ സാക്ഷിയായത്, അതുപോലെ നിങ്ങളായിത്തീരണം ശുഹദാഅലന്നാസ്, ജനങ്ങളുടെ മേൽ സാക്ഷികളായി തീരണം. ഇതാണ് നിങ്ങളുടെ പണി. ഇതാണ് മുസ്ലിം ഉമ്മത്തിന്റെ പണിയായിട്ട് അള്ളാഹു നിശ്ചയിച്ചത്. ഇതിൽ നിങ്ങൾ ഭിന്നിപ്പിക്കരുത്. ഖുർആൻ തൊട്ടടുത്തായിട്ടാണ് വലാ തഖ്തലിഫൂന, വഅതസിമുബില്ല, ഇതിൽ നിങ്ങൾ ഭിന്നിക്കരുത്. വീണ്ടും പറയുന്നുണ്ട്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ, നിങ്ങളെല്ലാം ഒരു മധ്യമ സമുദായമാക്കിയിരിക്കും. നിങ്ങൾ മിഡിലിൽ നിൽക്കുന്ന, മധ്യത്തിൽ നിൽക്കുന്ന സമുദായമാണ്. എന്താ നിങ്ങളുടെ പണി? ലിയകൂനു ശുഹദാഅലന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ മേൽ സാക്ഷികളാകണം ഈ ദീനിന് വേണ്ടിയിട്ട്. എങ്ങനെ? വയകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂല് ജനങ്ങൾക്ക് സാക്ഷിയായതുപോലെ. ശരിക്കും നമ്മൾ മധ്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ പഠിപ്പിച്ച സന്ദേശം ഒരു ഭാഗത്ത് ഈ സന്ദേശം കിട്ടാത്ത മുസ്ലിങ്ങളായ മനുഷ്യർ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന മീഡിയേറ്റർ വസത്താണ് ഉമ്മത്ത് മുസ്ലിമാണെന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ദൗത്യം. ഉമ്മത്ത് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ദൗത്യം തന്നെ നമ്മൾ ചരിത്രം പരിശോധിച്ചു നോക്കും. ഉമ്മത്ത് മുസ്ലിമൊക്കെ എപ്പോഴൊക്കെ പതനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഈ ഉമ്മത്ത് മുസ്ലിമ എപ്പോഴൊക്കെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ, അതിന്റെയൊക്കെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് ഈ ഉമ്മത്ത് അതിന്റെ ദൗത്യം നിർവഹിച്ചില്ല എന്നത് മാത്രമാണ്. അതാലോചിച്ചു, ഇന്ത്യയിൽ 950 വർഷം ഇന്ത്യ ഭരിച്ച നാട്, മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത്. മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് വലിയ മതിപ്പാണ്. കാരണം ഒരു രാഷ്ട്രത്തിന് ഇന്നും പൊളിയാതെ കിടക്കുന്ന റോഡുകൾ ഉണ്ടെങ്കിൽ, ഇന്നും മനുഷ്യവാസമുണ്ട നഗരങ്ങൾ കെട്ടിപ്പടുത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചരിത്രം പരിശോധിച്ചു, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ മുഴുവൻ പണിതുണ്ടാക്കിയത് മുസ്ലിം സമൂഹമാണ്. നിങ്ങൾ കൊൽക്കത്ത പരിശോധിച്ചാൽ, ഡൽഹി പരിശോധിച്ചാൽ, മൈസൂർ പരിശോധിച്ചാൽ, അഹമ്മദാബാദ് പരിശോധിച്ചാൽ, ഏത് പ്രധാനപ്പെട്ട നഗരവും മുസ്ലിം ഭരണകൂടങ്ങൾ ഉണ്ടാക്കിയതാണ്. ലോകത്തിന് മുന്നിൽ ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്ന മുഴുവൻ ഹിസ്റ്റോറിക്കൽ മൊണ്യുമെന്റ്സും മുസ്ലിം സമൂഹത്തിൻ്റെതാണ്. അടിസ്ഥാനപരമായി ഒന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യുക എന്ന് പറയുന്ന ഈ അടിസ്ഥാന ദൗത്യം നമ്മളുടെ നാട് ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ നിർവഹിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ ചിത്രം വേറെയാവും. ഒരു സംശയം കരുതി വേണ്ട, ഇന്നത്തെ ഇന്ത്യ അതാവുമായിരുന്നില്ല. 900 വർഷം മുസ്ലിങ്ങൾ ഭരിച്ച നാടാണ് സ്പെയിൻ, യൂറോപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നാട് വിട്ടുപോയത്? 900 വർഷത്തിന് ശേഷം വീണ്ടും ക്രിസ്ത്യാനിറ്റി സ്പെയിൻ കീഴടക്കുന്നത് എങ്ങനെയാ? മുസ്ലിം സമൂഹത്തിൽ 2 പ്രശ്നങ്ങൾ. ഒന്ന്, അവർ അവരുടെ ദൗത്യം നിർവഹിച്ചില്ല എന്നതും അവരവരുടെ ഭിന്നിപ്പിൽ പെട്ടുപോയി എന്നതുമാണ് സ്പെയിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നത്. അവർ പറയുന്നതാണ്, നിങ്ങൾ ഈ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മോശക്കാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബാബരി മസ്ജിദ് പൊളിച്ച സന്ദർഭത്തിൽ ആ പൊളിക്കാൻ കർഷകരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ പിന്നീട് ദീനിനെ കുറിച്ച് പഠിച്ചിട്ട് പള്ളി വെച്ചു കൊടുത്ത ഒരു ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ വർഷമാണല്ലോ ആ മനുഷ്യൻ കൊല്ലപ്പെട്ടത്. ഞാൻ മരിച്ചു കിടക്കുന്നതായി കാണുകയാണ്, കൊല്ലപ്പെട്ടതാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും വലിയ മുസ്ലിം ഭീതി ഉണ്ടാവുന്നത്? നമ്മളെ കുറിച്ച് ആളുകൾക്ക് ഇത്രയും വലിയ പേടി ഉണ്ടാകുന്നത് നമ്മളാകാന്നറിയില്ല. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അടിസ്ഥാനപരമായി നിർവഹിക്കേണ്ടുന്ന ഈ ദൗത്യം നമ്മൾ ആരും നിർവഹിച്ചിട്ടില്ല. തമാശ തോന്നിപ്പോകും. കേരളത്തിലെ ഒരു വൈസ് ചാൻസലർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ ആയിരുന്ന ഒരു മനുഷ്യൻ, അവിടെ പേര് ഞാൻ ഉദ്ധരിക്കുന്നില്ല, അയാൾ ഒരു പ്രസംഗത്തിൽ വളരെ കാര്യമായിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത്. അയാൾ പറഞ്ഞു, എനിക്ക് മുസ്ലിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താ മുസ്ലിങ്ങൾ ഇഷ്ടം? കാരണം മഹാനായ അക്ബറിനെ ദിവസവും 5 നേരം ഓർമ്മിക്കുന്നവരാണ്. ഏതാ മഹാനായ അക്ബർ മനസ്സിലായി? അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഉമർക്കുള്ള വിവരം ഇസ്ലാമിനെ കുറിച്ചുള്ളൂ. സുകുമാര വഴിക്കോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഞാനൊരു പള്ളി
ഈ ഒമാനിൽ ഒരു പള്ളിയിൽ കയറിയ ശേഷമാണ് ഈ പള്ളിയുടെ ഉള്ളെന്താണെന്ന് എനിക്ക് മനസ്സിലായത്. പള്ളിയുടെ പുറത്തു നിന്നിങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നു, മെഹ്റാബിന്റെ ഭാഗമാണ്. അത് കാണുമ്പോൾ എന്തോ സൂക്ഷിക്കാനുള്ള പുരയാണോ എന്ന് ഞാൻ ഭയന്നിരുന്നു എന്ന് സുമാരേക്കോട് പറയുന്നു. നമ്മളെ കുറിച്ച് നാം മനുഷ്യന്മാർക്ക് ആർക്കുള്ളൂ ദീനിനെ കുറിച്ച് നമ്മൾ ആരാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമോ നക്ഷത്രം? അല്ലാണ്ട് ഏറ്റവും തെളിവെന്താ? ഗുജറാത്ത് കലാപം നടക്കുമ്പോ അന്നത്തെ സംഘപരിവാറിന്റെ പ്രതിനിധിയായി അയാൾ ഒരു ഐക്യനായിട്ട് അശോക് മോശിന് ചെറുപ്പക്കാരെ പടമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കയ്യിൽ കുന്തം പിടിച്ച് ഒരു തൃശ്ശൂലം പിടിച്ചിട്ട് നിൽക്കുന്ന, തലയിൽ ഒരു കെട്ടി നിൽക്കുന്ന ഒരു അശോക് മോശി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. അയാളായിരുന്നു അന്നത്തെ ഗുജറാത്ത് കലാപത്തിന്റെ ഐക്യൻ. ഈ അശോക് മോശി പിന്നീട് ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട്. ഒരിക്കൽ കണ്ണൂർ വന്നിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷ സംഘടനയുടെ ഒരു സമ്മേളനത്തിൽ ഈ അശോക് മോശി പങ്കെടുത്തു. അശോക് മോശിയോടൊപ്പം അവർ ആ സമ്മേളനത്തിൽ മറ്റൊരാളെ കൂടി കൊണ്ടുവന്നിരുന്നു. അതാരാന്ന് വെച്ചാൽ ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ എന്നെ ഒന്നും ചെയ്യരുതെന്ന് കൈകൂപ്പി നിൽക്കുന്ന കുത്തുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇവർ രണ്ടുപേരും കൂടിയാണ് പിന്നീട് കണ്ണൂർ പങ്കെടുക്കുന്നത്. ഈ അശോക് മോശിയോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, അന്ന് നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങളായ മുസ്ലിങ്ങളോട് അവിടെ വയറ്റിലേക്ക് കുന്തം കുത്തി അടക്കുന്ന രീതിയിൽ കുന്തം പിടിച്ച് അവിടെ കൊല്ലാനിറങ്ങുമ്പോ എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ? അല്ല, അശോക് മോശി പറഞ്ഞ മറുപടി, എനിക്ക് മുസ്ലിങ്ങൾ ആരാണെന്ന് അറിയുമായിരുന്നില്ല. ഞാനത് കേട്ടിട്ടില്ല. കാലങ്ങളായി സംഘപരിവാർ ഞങ്ങളുടെ ഉള്ളിൽ തന്നിരുന്നത് ഇവർ വിദേശികളാണ്, ഇവർ നമ്മുടെ സ്വത്തിനെ കൊള്ളടിച്ചതാണ്, ക്ഷേത്രങ്ങൾ തകർത്തവരാണ് എന്ന വിവരമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾക്ക് മുസ്ലിങ്ങൾ ആരാണെന്ന് അറിയുമായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കുന്നുണ്ട്, ഇന്ത്യയിലെ മുസ്ലിം പേര് മാറ്റാൻ വേറൊരു പരിഹാരം നമ്മുടെ കയ്യിലില്ല. ഒന്നാമത് പരിഹാരം മാത്രമേ ഉള്ളൂ. അത് ഇന്നൊന്നും ആലോചിച്ച് നോക്കും, 20 കോടി മനുഷ്യർ മുസ്ലിങ്ങൾ. ഒരു മനുഷ്യനോട് ദീനിനെ കുറിച്ച് അതിന്റെ ശരിയായ രൂപത്തിൽ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, ഒരു മുസ്ലിമായി ജീവിച്ച് കാണിച്ചിരുന്നെങ്കിൽ എത്രയോ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്. ആ അടിസ്ഥാനപരമായ നമ്മുടെ ദൗത്യം വിസ്മരിച്ചുകൊണ്ട് മറ്റു പല പോംവഴികളിലേക്കും എത്താമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പരാജയപ്പെടും. അത് റബ്ബിന്റെ തീരുമാനമാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ ചെല്ലുന്നത് ദുആ. എന്താ ദുആ? അല്ലാഹുമ്മ അഊദു മിൻ അതില്ലാഹു ഉദല്ലാഹു അദില്ലാഹു ഉദല്ല. അല്ലാഹു ഞാൻ വഴിതെറ്റരുത്, എന്നെ കൊണ്ട് ഒരാളെ വഴിതെറ്റിപ്പിക്കരുത് എന്നൊരു വാചകം പറയുന്നുണ്ട്. അല്ലാഹുമ്മ അഊദു മിൻ അൻ അജ്ഹല ഔ യുജ്ഹല. പടച്ചോനെ, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾക്ക് എന്നെ അറിയാത്ത അവസ്ഥ ഉണ്ടാവരുത്, എനിക്ക് ആളുകൾ അറിയാത്ത അവസ്ഥ ഉണ്ടാവരുത്. വളരെ പ്രധാനപ്പെട്ട ഒന്നല്ലേ? എന്താണ് ഞാൻ, എന്താണ് എന്റെ വിശ്വാസം, ഞാൻ മനുഷ്യരോട് എങ്ങനെ പെരുമാറാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, എന്താണ് എന്റെ മതം? ഇത് മനസ്സിലാവാതെ പോയാൽ വളരെ അടിസ്ഥാന പ്രശ്നമാണല്ലോ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇതാണ് മുസ്ലിം ഉമ്മത്തിന് മുമ്പ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിർമ്മിച്ചു ഹജ്ജത്തുൽ വദാഇൽ അവസാനത്തെ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സഹാബികളോട്. ഒരിക്കൽ ചോദ്യം ഇത്രയാണ്, ഞാൻ നിങ്ങൾക്ക് എന്റെ 23 വർഷത്തെ ജീവിതം കൊണ്ട് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചത്. അപ്പൊ അവരെല്ലാവരും കൂടെ പറയുന്നുണ്ട്, ബല യാ റസൂലല്ലാഹ് ഖദ് അദ്ദൈതുൽ അമാനത വ ബല്ലഗ്ത റിസാല. റസൂലേ, താങ്കൾ പറഞ്ഞ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ റസൂൽ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ അശ്ഹദ്, പടച്ചോനെ നീ ഇത് സാക്ഷ്യം വഹിക്കണം. വീണ്ടും പറഞ്ഞ റസൂൽ, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹു നീ ഇത് സാക്ഷ്യം വഹിക്കണം. എന്തിന്? എന്റെ 23 വർഷത്തെ ജീവിതം കൊണ്ട് ഞാൻ ഈ ദീൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ഈ സഹാബികൾ സമ്മതിക്കുന്നു. അതിന് നീ സാക്ഷ്യം വഹിക്കണം. എന്റെ കാരണം എന്തിനാ ഇത്ര ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്. ആയത്ത് ഇങ്ങനെയാണ്, ഫകൈഫ ഇദാ ജീനാ ബിക മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ ഫകൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹൗലാഇ ഷഹീദ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലാഹു പറയുന്ന ആയത്താണ്, മുഹമ്മദേ, നിന്നെ നാളെ ഈ മനുഷ്യരുടെ മുന്നിൽ വെച്ച് ഞാൻ കൊണ്ടുവരികയും നീ അവർക്ക് സാക്ഷിയായോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരുന്നതിനെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് ആയത്ത്. ഷഹീദായി കൊണ്ടുള്ള ഒരു സന്ദർഭം നീ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചൊക്കെ റസൂലിന്റെ മുമ്പിൽ സഹാബികളൊക്കെ വന്ന് നിൽക്കുമ്പോൾ അള്ളാഹ് റസൂലിനെ ചോദിച്ചിരിക്കുകയാണ്, നീ ഇവർക്ക് ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോ? ഏതെങ്കിലും ഒരു സഹാബി പറയാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് ഇങ്ങനെ അള്ളാണ്ട് ഇങ്ങനെ ഒരു സ്വർഗം ഉണ്ടെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ റസൂൽ കുറ്റക്കാരനാവും. അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറഞ്ഞത്. കാരണം ഖുർആൻ വളരെ കൃത്യമായി പറയുന്ന വാചകമാണ്,
നാം നിയോഗിച്ച ആളുകളെയും അഥവാ പ്രവാചകന്മാരെയും അല്ലെങ്കിൽ ആ ദൗത്യം ഏറ്റെടുത്തവരെയും മുസ്ലിം ആ സമൂഹത്തെ ഒരുപാട് വിചാരണ ചെയ്യും. നമ്മളൊന്ന് ആലോചിച്ചു, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു മുസ്ലിമാണ്, നമ്മുടെ വീട്ടിൽ വിരുന്ന് വരുന്ന മുസ്ലിമാണ്, നമ്മുടെ അയൽവാസിയായ മുസ്ലിം, നമ്മുടെ സഹപ്രവർത്തകൻ, സഹപാഠി, നാളെ പരലോകത്ത് എല്ലാവരും അല്ലാഹു വിചാരണ കെടുക്കുന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അവർ ചോദിക്കുന്നു, എന്റെ ഒരു അടുത്ത സുഹൃത്തിനായ ഈശ്വരനോട് ചോദിക്കുന്നു, അല്ല നീ അഷ്റഫിന്റെ കാര്യപ്പെട്ട സുഹൃത്തായിരുന്നു, ഇങ്ങനൊരു അള്ളാഹു ഉണ്ട്, ഇങ്ങനൊരു പരലോകം വരാനിരിക്കുന്നുണ്ട് എന്ന് അവൻ പറഞ്ഞു. എന്താ പറയാ, ഈ അഷ്റഫ് വളരെ നല്ല മനുഷ്യനാണ്, അവന്റെ വീട്ടിലെ കല്യാണത്തെ വിളിക്കുമായിരുന്നു, ഭക്ഷണം വിളിക്കുമായിരുന്നു, ഈദുൽ ഫിത്തറിന് വിളിക്കുമായിരുന്നു, നിനക്ക് ഭക്ഷണം കൊടുത്തിരുമായിരുന്നു, ഞങ്ങളെ നല്ല പെരുമാറ്റം. പക്ഷെ ഒരിക്കൽ പോലും നിന്നെ പോയി ഇങ്ങനൊരു പരലോകം വരാനിരിക്കുന്നുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ആരെ ശിക്ഷിക്കും. ഇത് വളരെ വളരെ ഗൗരവമുള്ള വിഷയം. മുസ്ലിം ഉമ്മത്ത് നിങ്ങൾ എത്ര സംഘടനകളോ പാർട്ടികളോ ആയിക്കോട്ടെ, അതേസമയം ഉമ്മത്ത് മുസ്ലിം അവരുടെ അടിസ്ഥാന ദൗത്യം ഈ ദീനിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ എപ്പോഴും ആയത്തോടുന്നാണല്ലോ ഒമ്മൻ അമ്മലും ഏറ്റവും വലിയ അക്രമി ആരാണ്, ബിംബന്മാരാണ്, പള്ളി തകർക്കണേക്കാൾ വലിയ അക്രമി ആരാണെന്ന് ചോദിക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത ആയത്ത് വായിക്കണം. ആയത്തെന്താ? ഒമൻ അദ്ലം മിമ്മൻ കതമ ഷഹാദത്തൻ ഇൻദഹു മിനല്ലാഹ്. അല്ലാഹുവിൽ നിന്ന് സന്മാർഗം വന്നു കിട്ടിയിട്ട് അത് മറച്ചു വെക്കുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് വിശുദ്ധ. സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും പുനരാലോചിക്കുക. നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മുടെ ചുറ്റുവട്ടത്തോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ പരലോകത്ത് അവർ നമുക്കെതിരാകുന്ന ദിവസത്തെ കുറിച്ച് ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ